പറഞ്ഞു എന്റെ സമാധാനം എന്നറിയാം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ പിറ്റേന്നേഴ്സ് പൂഷിക്കപ്പെടാൻ പോവാ. പക്ഷെ മരണം മുമ്പിൽ നിൽക്കുമ്പോഴും അനുഭവിക്കുന്ന ആ സന്തോഷം ഉണ്ടല്ലോ. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, നാളെ എന്ത് സംഭവിക്കും നിങ്ങൾക്കറിയില്ല, എനിക്കും അറിയില്ല. പക്ഷെ സമാധാനത്തോടെ കൈയടിക്കണം, സമാധാനത്തോടെ കർത്താവിനെ ഉയർത്തണം. നാളെ എന്ത് സംഭവിച്ചാലും ഇന്ന് രാത്രി നമ്മൾ പാടിയത് ഹൃദയത്തിൽ നിന്നാണെങ്കിൽ എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. 2025 നമ്മൾ ചിലപ്പോൾ മുഴുമിക്കത്തില്ലായിരിക്കാം, നിത്യതയിൽ ചേർക്കപ്പെടുമായിരിക്കാം, രോഗം വരാം, ദുഃഖം വരാം, കണ്ണീര് വരാം. എന്നാൽ ഇന്ന് രാത്രി ആ പ്രത്യാശയുള്ളവർ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചോ. ഇത്ര സമാധാനം തരുന്ന ഒരു ദൈവം വേറെ ഇല്ല. ഇന്ന് രാത്രി ചിലരെ തൊട്ടാണ് ദൈവിക ദൂതി അവസാന നിമിഷങ്ങൾ പങ്കുവെക്കപ്പെടുന്നത്. ഇന്ന് ഈ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിലും ചില ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. ദൈവാത്മാവ് പറയുന്നു, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ഇന്ന് രാത്രി പന്തലിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോ ഹൃദയത്തിന്റെ കലക്കങ്ങൾ മാറി, ഹൃദയത്തിന്റെ ആശങ്കകൾ മാറി. കർത്താവേ, എനിക്ക് വേണ്ടി ഇന്ന് രാത്രി കർത്താവ് പ്രവർത്തിക്കുമെന്ന് ഹൃദയത്തിനകത്ത് വിശ്വാസമുള്ളവർ മാത്രം അധരങ്ങളെ തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു.